നമസ്കാരം. ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഒന്നിക്കുന്നതായ അവസരത്തിൽ ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടുന്നതാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വാരിക്കോരി നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ. ബിസിനസ് പരമായും വളരെയധികം നേട്ടങ്ങൾ നൽകുവാൻ സാധിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ബുധൻ എന്ന പ്രത്യേകതയുണ്ട്. അത്തരത്തിൽ ഇരു ഗ്രഹങ്ങളും, അതായത് ബുധനും ശുക്രനും ഒരുമിക്കുന്നതായ അവസരത്തിൽ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാരെ തേടിയെത്തുക. ഫെബ്രുവരി മാസത്തിന്റെ ആരംഭത്തോടെ ശുക്രനും ബുധനും മീനം രാശിയിൽ എത്തുന്നതുമാണ്. മീനത്തിൽ ഇരു ഗ്രഹങ്ങളും പ്രവേശിക്കുന്നതിലൂടെ തലവര മാറുന്ന ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർ. കന്നി രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി നാരായണ രാജയോഗം ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നു വരുന്നതിന് കാരണമായി തീരും. പ്രധാനമായും ഇവർക്ക് സൗഭാഗ്യങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടോ ജീവിതത്തിൽ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ഭാഗ്യം അനുകൂലമാകുന്നതായ സാഹചര്യം. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഒട്ടനവധി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം. ലാഭം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യം. സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ അകലുന്നതായ സാഹചര്യം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. കൂടാതെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്ന പ്രത്യേകതയുമുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും പിന്തുണ, ധനപരമായ നേട്ടങ്ങളോ ഇവർക്ക് നൽകുവാൻ സാധിക്കും. അത് അവരിൽ നിന്നും പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിർഭാഗ്യം ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുവാൻ ഈ രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ, അഥവാ ഈ നക്ഷത്രക്കാർക്ക് അത്രയും അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തിക പുരോഗതി ലക്ഷ്യം വെച്ച് ഏതൊരു കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിലും ആ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ചെയ്യുന്ന പ്രവൃത്തികളിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ആത്മധൈര്യം നിങ്ങളിൽ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ജോലിക്കായുള്ള പരിശ്രമങ്ങൾ ഫലം കാണുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. വിപണിയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അത് ബിസിനസ് പരമായി നിങ്ങളെ വളരെയധികം തുണയ്ക്കുന്നതുമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള യോഗം നിങ്ങളിൽ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിച്ചതായ ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സുഖ ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എങ്കിൽ പോലും പങ്കാളിയുടെയോ സുഹൃത്തുക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. കൂടാതെ പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം.
മനസ്സ് മടുത്തിരിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവർ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നതാകുന്നു. അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിയുകയോ അത് ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാര്യവിജയങ്ങൾ വന്നു ചേരാം. ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം തങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് ഭാഗ്യം നൽകുവാൻ സാധിക്കും. കുടുംബത്തിലേക്ക് ഐശ്വര്യവും ഉയർച്ചയും കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. എന്നാൽ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ മൂലം നഷ്ടങ്ങൾ സംഭവിക്കാനും മാനഹാനി സംഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാകാവുന്ന ഒരു സാഹചര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും ആ ആഗ്രഹങ്ങൾ നടക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. കാരണം കാര്യ തടസ്സങ്ങൾ വന്നു ചേരുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിചാരിച്ചതായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. സൗഭാഗ്യം നിങ്ങളെ തേടിയെത്താം. സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കഷ്ടപ്പാടുകൾ പലതും ജീവിതത്തിലുണ്ട്. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾ തീരുമാനിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതാണ്. അത് വേണ്ടപ്പെട്ടവരിൽ നിന്നോ അല്ല മറ്റു വ്യക്തികളിൽ നിന്നോ നിങ്ങൾക്ക് പിന്തുണ ലഭിക്കാം. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ ജോലിക്കായുള്ള പരിശ്രമങ്ങൾ വിജയം കാണുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ബിസിനസ് പരമായി മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ അകലുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും വർദ്ധിക്കുന്നതായ സമയമാണ് ഉള്ളത്. പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ കുടുംബത്തിൽ നിന്നും മറ്റ് വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പ്രശംസ, നല്ല വാക്കുകൾ കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങളുടെ പ്രയത്നങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അത് ധനപരമായും മറ്റ് നേട്ടങ്ങൾക്കും കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പ്രധാനമായും എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം തീരുമാനങ്ങൾ നിങ്ങൾക്ക് നഷ്ടം നൽകുകയോ അല്ലെങ്കിൽ പല വിധത്തിലുള്ള തിരിച്ചടികൾക്ക് കാരണമായി തീരാം. അതിനാൽ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ചു പോയി എന്ന് വരാം. അമിതമായ വാശി, പെട്ടെന്ന് ദേഷ്യം വരിക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക.